അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എ4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് 18/12/2024 ബുധനാഴ്ച നടന്ന +2 അറബിക് സെക്കൻഡ് ടൈം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വഖിഫ് ബൈനൽ ഖാനത്തൈനി, രണ്ട് ബോക്സുകളെയും പരസ്പരം ചേർക്കാനാണ്, അതായത് ചേരുമ്പടി ചേർക്കാനാണ് ചോദ്യം. ഒന്നാമത് നോക്കൂ, ഹിന്ദു ബിൻതു അബി ഉമയ്യ. ഏതായിരിക്കും അതിനോട് ചേർന്ന് വരുന്നത്? ഉമ്മു സലമ അല്ല. ഉമ്മു സലമയുടെ മുഴുവൻ പേരാണ് ഹിന്ദു ബിൻതു അബി ഉമയ്യ എന്ന് പറയുന്നത്. സ്വബിയുൻ മഷ്ലൂലുൻ ഏതായിരിക്കും വരുന്നത്? ഹമ്മൂദയാണ്. അതുപോലെ ഷാഇറുൻ ഇറാഖി കവി ആരാണ്? മഅറൂഫ് റസോഫിയാണ് ഷാഇറുൻ ഇറാഖി. ഇദാഅത്തുൽ ഫുർസ അല്ലെ, ഇദാഅത്തുൽ ഫുർസ അതായത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക, അതിനുള്ളൊരു പ്രയോഗമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ്? ഫിസ്വൈഫി ലൊയ്യഅത്തിൽ ലബൻ എന്നുള്ളതാണ്. ഖൈറുള്ള എന്ന് പറയുന്നത് വസ്ഫ് കൈരള, കേരളത്തെക്കുറിച്ചുള്ള വിശേഷണമാണ് ഏതിൽ വരുന്നത്? ഖൈറുള്ള എന്നുള്ള കവിതയിൽ വരുന്നത്. അപ്പോൾ ആ രൂപത്തിലാണ് അത് നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. അക്മിൽ ഫറഅ ബിവളഇ കലിമത്തിൻ മുനാസിബ മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായിട്ടുള്ള പദം വെച്ച് കൊടുത്തുകൊണ്ട് വിട്ട ഭാഗം പൂരിപ്പിക്കുവാനാണ്. അസാമിൻ അഷറ ഡിസംബർ 18 യോമുൽ മിയാ ജലദിനം, യോമുൽ അറബിയ അറബി ഭാഷാ ദിനം, യോമുൽ ഉമ്മഹാത്ത് മാതൃദിനം. ഇതിലേതാണ് ശരിയുത്തരം? യോമുൽ അറബിയാണ്. ലോക അറബി ഭാഷാ ദിനമാണ് ഡിസംബർ 18 എന്ന് പറയുന്നത്. ഏഴാമത്തെ ചോദ്യം. ഹസന ദക്തൂർ മൊഹീദ്ദീൻ ആലുവായി അല ദക്തൂറ മിൻ ജാമിഅത്തി ഡാഷ്, ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കൂ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അലിഗഡ് യൂണിവേഴ്സിറ്റി, അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി. ശരി ഉത്തരം അൽ അസ്ഹർ ആണ്. ഇനി എട്ടാമത്തെ ചോദ്യം. സാദുർ റക്കബ് ലഖബുല്ലി, സാദുർ റക്കബ് എന്ന് പറയുന്നത് ആരുടെ സ്ഥാനപ്പേരാണ് എന്നാണ്. ഒരാളുടെ ലഖബാണ് സാദുർ റക്കബ് എന്ന് പറയുന്നത്. ആരുടേതാണ് എന്നാണ് ചോദ്യം. ഇവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് നോക്കൂ. ഉമ്മു സലമ, അബു സലമ, അബു ഉമയ്യ. അബു ഉമയ്യയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. കാരണം ഉമ്മു സലമയുടെ പിതാവാണ് അബു ഉമയ്യ. അദ്ദേഹത്തിന് നൽകപ്പെട്ട ലഖബാണ് സാദുർ റക്കബ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം. കുല്ലു മുസ്കിരിൻ ഡാഷ്, എല്ലാ ലഹരിയുള്ള വസ്തുക്കളും ഹറാമുൻ ഹലാലുൻ വാജിബുൻ, ഹറാമാണ്, അനുവദനീയമാണ്, നിർബന്ധമാണ്. ഇതാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസ്. ശരിയുത്തരം ഏതാണ്? ഹറാമുൻ എന്നുള്ളതാണ്. കുല്ലു മുസ്കിരിൻ ഹറാമുൻ. ലാ തബ്കി അലൽ ലബനിൽ മസ്കൂബ് അൽ മുറാദു ബിഹാദ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ്. അസ്സുറൂർ അല ഷുജാ, അതായത് ധീരതയുടെ മേൽ സന്തോഷിക്കുക. അൽ ഹുസ്നു അലൽ ഫൗത്തി, നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കുക. അൽ ഫറഹു അലൽ മുസീബത്തി, വിപത്തുകളിൽ അതായത് പ്രയാസങ്ങളിൽ സന്തോഷിക്കുക. ഏതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അവിടെ അൽ ഹുസ്നു അലൽ ഫൗത്ത് എന്നുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത്. നഷ്ടപ്പെട്ടു പോയിട്ടുള്ളതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു പ്രയോഗത്തിന് വേണ്ടിയിട്ടാണ് ലാ തബ്കി അലൽ ലബനിൽ മസ്കൂബ് എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. ലാഹിൻ അൽ ഇബാറത്തിൽ ആത്തിയ വ അജിബ് അനിൽ അസ്ഇല, താഴെ കൊടുത്തിട്ടുള്ളതായ ഒരു സെന്റൻസ് നോക്കിയിട്ട് അതിന് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുവാനാണ്. ഇലാ ഐന യാ ബിൻത് സാദിർ റക്കബ് മൻ ഖാല ഹാദിഹിൽ ഇബാറ, ഈ ഒരു സെന്റൻസ്, ഈ ഒരു വാചകം ആരാണ് പറഞ്ഞത് എന്നാണ്. ഇലാ ഐന യാ ബിൻത് സാദിർ റക്കബ്, സാദിർ റക്കബിൻ്റെ മകളെ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ്. ഇതാരാണ് ചോദിച്ചത് എന്നാണ് ചോദ്യം. ഉസ്മാൻ ഇബ്നു ത്വൽഹയാണ് ഇത് ചോദിക്കുന്നത്. വലിമൻ ഖാല ഹാദിഹിൽ ഇബാറ, ആരോടാണ് ഇത് ചോദിക്കുന്നത് എന്നാണ്. ഉമ്മു സലമയോടാണ് ഇത് ചോദിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അതിൽ 13 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 ഉത്തരം എഴുതിയാൽ മതി. 3 മാർക്കാണ് ഓരോന്നിനും ലഭിക്കുക. ആയിദ തഹ്നിആത്തിൻ ലിൽ മുനാസിബാത്തിൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ള സന്ദർഭങ്ങളോട് യോജിച്ച് വരുന്ന ആശംസാ വാക്കുകൾ എഴുതുവാനാണ്. ഒന്ന് യോമു സിഫാഫ് ആണ്, വിവാഹവുമായി ബന്ധപ്പെട്ട് വിവാഹത്തിൻ്റെ അന്ന് എന്ത് ആശംസയാണ് അർപ്പിക്കുക, അതാണ് എഴുതേണ്ടത്. അതുപോലെ ഈദുൽ അൽഹ, വലിയ പെരുന്നാൾ, ആമുൻ ജദീദ്, ന്യൂ ഇയർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആശംസാ വാക്കുകളാണ് നിങ്ങൾ എഴുതേണ്ടത്.
ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈദുൽ അദ്ഹ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അസ്അദല്ലാഹു ബിൽ ഈദ് എന്ന് പറയാം. അള്ളാഹു നിൻ്റെ ആ ഒരു പെരുന്നാളിനെ സന്തോഷകരമാക്കി തീർക്കട്ടെ എന്നോ അല്ലെങ്കിൽ ഈദ് മുബാറക് എന്നോ പറയാവുന്നതാണ്. വലിയ പെരുന്നാൾ ആശംസകൾ എന്ന്. ആമുൽ ജദീദ് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുല്ല ആമിൻ വ അൻതും ബിഖൈർ, നീ എപ്പോഴും സുഖത്തിലായിരിക്കട്ടെ, എല്ലാ വർഷവും സുഖത്തിലായിരിക്കട്ടെ എന്നാണ്. അതമന്നാലക സനത്തൻ ത്വയ്യിബ, ഞാൻ നിനക്ക് നല്ലൊരു വർഷം ആശംസിക്കുന്നു എന്നാണ്. യോമു സിഫാഫ് അല്ലേ, വിവാഹ ദിവസത്തിലെ അജ്മലു തഹാനി, എല്ലാവിധ ആശംസകളും. അതമന്നാലക അയ്യാമൻ ഹുലുവ, നല്ല മധുരകരമായിട്ടുള്ള ദിവസങ്ങൾ ഞാൻ നിനക്ക് ആശംസിക്കുന്നു എന്നുള്ള ആശംസാവാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. 14ാമത്തെ ചോദ്യം, ഉക്തുബൽ മഅന അൽ മർക്കസി ലിൽ ബൈത്തിൽ ആത്തി, താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ബൈത്ത്, ആ കവിതയുടെ വരിയുടെ മുഖ്യമായിട്ടുള്ള ആശയം എന്താണ് എന്ന് എഴുതുവാനാണ്. ഇൻ ഖീല ഹാദാ ഷഹ്ദുകും മുറുൻ ഫഖൂലു അൽഖമുൻ എന്നുള്ള ഒരു വരിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആശയം എന്താണ് എന്ന് എഴുതുവാനാണ്. ഇത് നാമു വല തസ്തഖിലു എന്ന് പറയുന്ന ഒരു കവിതയിൽ നിന്നുള്ള വരിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആശയം കൊടുത്തെടുത്ത് അവിടെ ഉത്തരം കാണാൻ പറ്റും. ഇവിടെ നോക്കൂ, ഇതാ കീലലക്കും, നിങ്ങളോട് പറയപ്പെടുകയാണ് എങ്കിൽ, ഇന്നൽ അസ്ല മുറുൻ, തീർച്ചയായും തേന് കയ്പുള്ളതാണ് എന്ന് പറയപ്പെടുകയാണ് എങ്കിൽ, ഫഖൂലു, അപ്പോൾ അവർ പറയും നഅം ഇന്നഹുൽ മുറുൻ ഷദീദ്, തീർച്ചയായും അതെന്താണ്, ശക്തമായ കയ്പുള്ളതാണ് എന്ന് പറയപ്പെടും. ബൽ ഇന്നഹു അൽഖമുൻ, അതാണ് അതിൻ്റെ ആശയമായിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം നോക്കൂ, 15ാമത്തെ ചോദ്യം, ലാഹിദിൽ ജുമലൽ ആറ്റിയ വഖ്റുജ് മിൻഹ അൽ-ലമായിറുൽ മുൻഫസില, താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കിയിട്ട് അതിൽ നിന്നും ലമീർ മുൻഫസിലയെ വേർതിരിക്കുവാനാണ്. ലമീർ മുൻഫസില എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്നതായ ലമീർ എന്നാണ്. നമുക്ക് നോക്കാം. മുഹമ്മദിൻ ഹുവ യക്തുബു റിസാല, മുഹമ്മദ് അവൻ കത്ത് എഴുതുന്നു എന്നാണ്. സുമയ്യ ഹിയ തഖറഉൽ കിതാബ, സുമയ്യ അവൾ പുസ്തകം വായിക്കുന്നു. നഹ്നു നഹ്തരിമുൽ കിബാറ, ഞങ്ങൾ മുതിർന്ന ആളുകളെ ബഹുമാനിക്കുന്നു. ഇതിലെ ഹുവ ഹിയ നെഹ്നു ഇതാണ് ലമീർ മുൻഫസിലയിൽ വരുന്നത്. ഹുവ ഹിയ നെഹ്നു, ഇത്രയുമാണ് അവിടെ ലമായിറു മുൻഫസിലുകൾ വന്നിട്ടുള്ളത്. ഇനി 16ാമത്തെ ചോദ്യം, ലാഹിദ് അൽ അവാമൽ ആറ്റിയ വക്തുബുഹ ഫിൽ അൽഫാദി കമാഫിൽ മിസാൽ, അവിടെ കൊടുത്തിട്ടുള്ള വർഷങ്ങൾ നോക്കിയിട്ട് അത് പദങ്ങളിൽ എഴുതുവാനാണ്. ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളത് പോലെ പദങ്ങളാക്കിയിട്ട് എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. 3/3/1928 എങ്ങനെയാണ് പറയേണ്ടത്? സാലിസ് മാരിസ് സന 1928 മീലാദിയ എന്നാണ്. 3 സാലിസ്, പിന്നെ മാസമാണ് കൊടുത്തിട്ടുള്ളത് മാരിസ് എന്നുള്ളത്, മാർച്ച്, 3ാമത്തെ മാസം മാർച്ച്, പിന്നെ 1928 എന്നാണ്. ഇനി അടുത്തത് അവിടെ കൊടുത്തിട്ടുള്ളത് 15/5/2024 എന്നാണ്. 15 മായോ 2024 മീലാദിയ, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. 15, പിന്നെ 5ാമത്തെ മാസം മെയ് മാസമാണ്, അപ്പം മായോ, പിന്നെ 2024 2024 മീലാദിയ. പിന്നെ അടുത്ത് നോക്കൂ, 10/4/1445 ഹിജിരിയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഹിജറ വർഷമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അൽ ആഷിർ റബിയുൽ ആഖിർ 1445 ഹിജിരിയ, അങ്ങനെയാണ് എഴുതേണ്ടത്. അൽ ആഷിർ റബിയുൽ ആഖിർ, 4ാമത്തെ മാസം, അറബി മാസം നോക്കുക, മുഹറം സഫർ റബിയുൽ അവൽ റബിയുൽ ആഖിർ ആണ് വരുന്നത്. പിന്നെ 1445 1445 ഹിജിരിയ എന്നാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. 17ാമത്തെ ചോദ്യം നോക്കാം. ലാഹിദൽ ജുമലൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കിയിട്ട് വമയ്യിസ് മിൻഹ, അതിൽ നിന്നും വേർതിരിക്കുവാനാണ്. അൽ ഫാഇല വൽ മഫ്ഊലൻ ബിഹി, ഫാഇലിനെയും മഫ്ഊലൻ ബിഹിയെയും വേർതിരിക്കുവാനാണ്. റഅ ഹാഷിമുൻ അൽ ഹിലാല, ഹാഷിമ് ചന്ദ്രനെ കണ്ടു. തുസാഇദു മുർഷിദ അബാഹ ഫിൽ വർഷ, തുസാഇദു മുർഷിദ, മുർഷിദ സഹായിക്കുന്നു. അബാഹ അവളുടെ പിതാവിന്, ഫിൽ വർഷ ഷോപ്പിൽ നിന്നാണ്. യുനസിലുല്ലാഹു അൽ മത്തറ, അല്ലാഹു മഴ വർഷിക്കുന്നു. ഇത്രയും സെൻറ്റൻസുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. 1ാമത്തെ സെൻറ്റൻസിൽ ഹാഷിം എന്ന് പറയുന്നതാണ് ഫായിലായിട്ട് വരുന്നത്, അൽ ഹിലാൽ എന്നുള്ളതാണ് മഫ്ഊലുൻ ബിഹി ആയിട്ട് വരുന്നത്. 2ാമത്തെ സെൻറ്റൻസിൽ മുർഷിദ എന്നുള്ളതാണ് ഫായിലായിട്ട് വരുന്നത്, അബാഹ എന്നുള്ളതാണ് മഫ്ഊലുൻ ബിഹി ആയിട്ട് വരുന്നത്.
മൂന്നാമത്തെ സെൻറ്റൻസിൽ അല്ലാഹു എന്നുള്ളതാണ് ഫായിലായിട്ട് വരുന്നത്, അൽമത്തറ എന്നുള്ളതാണ് അവിടെ മഫ്ഊലുൻ ബിഹി ആയിട്ട് വരുന്നത്. 18ാമത്തെ ചോദ്യം ലാഹിനൽ അബിയാറ്റിൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ള കവിതയുടെ വരികൾ നോക്കുക. വഖിഫ് ബൈനഹ വ ബൈന മആനിഹ, എന്നിട്ട് ആ വരികളെയും അവയുടെ ആശയങ്ങളെയും പരസ്പരം യോജിപ്പിച്ചു കൊടുക്കുവാനാണ്. അതിൻ്റെ ആശയം താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് യോജിച്ച വരി എന്ന് വെച്ചാൽ അതിനോട് ചേർത്ത് കൊടുക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ബൈത്ത് നോക്കൂ. നസലത്ത് ഫീ കുല്ലി നഫ്സിൻ വ തമശ്ശദ് ഫീ ദിമാഹ. നസലത്ത് ഫീ കുല്ലി നഫ്സിൻ വ തമശ്ശദ് ഫീ ദിമാഹ. നസലത്ത് അത് ഇറങ്ങി, ഫീ കുല്ലി നഫ്സിൻ ഓരോ ശരീരത്തിലും അത് ഇറങ്ങി, വ തമശ്ശദ് ഫീ ദിമാഹ ആ ശരീരത്തിൻ്റെ രക്തത്തിലൂടെ അത് ഇങ്ങനെ സഞ്ചരിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇവിടെ അറബി ഭാഷയോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും അതിൻ്റെ ആശയം എന്ന് നമുക്ക് കണ്ടെത്തണം. രണ്ടാമത്തെ ബൈത്ത് നോക്കൂ. കം മസ്ജിദിൻ കനീസത്തിൻ കത് ആനക യാ കൈരളൽ ഹസ്നാഹു ഫീഹിൽ ഹൈക്കല. കം മസ്ജിദിൻ എത്രയെത്ര പള്ളികളും അതുപോലെ തന്നെ അമ്പലങ്ങളുമാണ്, കത് ആനക പരസ്പരം ആലിംഗനം ചെയ്ത് നിൽക്കുന്നത്, യാ കൈരളൽ ഹസ്നാ ഓ അല്ലയോ ഭംഗിയുള്ള കേരളമേ, ഫീഹിൽ ഹൈക്കല നിന്നിൽ എത്ര അമ്പലങ്ങളാണുള്ളത് എന്നാണ്. ഇനി ലോകത്തുൽ അജ്ദാദി റഫ അല്ലാഹു ലിവാഹ, ഇത് എൻ്റെ പൂർവികന്മാരുടെ ഭാഷയാകുന്നു, അള്ളാഹു അതിൻ്റെ പതാകയെ ഉയർത്തിയിരിക്കുന്നു എന്നാണ്. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ബൈത്തുകൾ. ഇനി താഴെ കൊടുത്ത ആശയങ്ങൾ നോക്കാം. അൽ മആബിദുൻ ലിൽ അദിയാനിൽ മുഖ്തലിഫ, വ്യത്യസ്ത മതങ്ങളുടെ ആരാധനാലയങ്ങൾ, തൂഹി റിസാലത്ത് തസാമുഹി, വിട്ടുവീഴ്ചയുടെ സന്ദേശം അത് നൽകുന്നുണ്ട് എന്നാണ്. ഷറഫല്ലാഹു തആല റായത്തുൽ അറബിയ അല്ലത്തി അഹബ്ബഹ അൽ ആബാഉ, പൂർവികന്മാർ ഇഷ്ടപ്പെട്ടതായ അറബി ഭാഷയുടെ ആ ഒരു ലിവാഇനെ, ആ ഒരു പതാകയെ അള്ളാഹു മഹത്വമാക്കിയിരിക്കുന്നു എന്നാണ്. മഹബത്തുൽ ലോത്തി, ഭാഷയോടുള്ള സ്നേഹം, അസറത്ത് ഫി ജമീ ഇന്നാസ്, എല്ലാ ആളുകളെയും സ്വാധീനിച്ചിരിക്കുന്നു, എല്ലാ ആളുകളിലും സ്വാധീനമുണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഒന്നാമത്തെ ആ ഒരു ബൈത്തിനോട് യോജിച്ച് വരുന്നത് മൂന്നാമത്തെ ആശയമാണ്. രണ്ടാമത്തെ ബൈത്തിനോട് യോജിച്ച് വരുന്നത് ഒന്നാമത്തെ ആശയമാണ്. മൂന്നാമത്തെ ബൈത്തിനോട് യോജിച്ച് വരുന്നത് രണ്ടാമത്തെ ആശയമാണ്. ഇനി 19ാമത്തെ ചോദ്യം. ഉക്തുബ് വസ്ഫൻ അൻ ഖറിയത്തിക ബിസ്തിആനതി അൻ നിഖാതിൻ ബി അദ്നാഉ, താഴെ കൊടുത്തിട്ടുള്ള പോയിൻറ്റ്സുകൾ വെച്ചുകൊണ്ട് നിൻ്റെ ഗ്രാമത്തെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കുവാനാണ്. അവിടെ കൊടുത്ത പോയിൻറ്റ്സുകൾ നോക്കൂ. അൽ മനാദിറുൽ ജമീല, ഭംഗിയുള്ള കാഴ്ചകൾ, അൽ ഹദായിഖു, തോട്ടങ്ങൾ, വൽ മസാരിഉ, കൃഷിയിടങ്ങൾ, അൽ മആബിദുൽ മുഖ്തലിഫ, വ്യത്യസ്ത ആരാധനാലയങ്ങൾ, അൽ മആയിദുൽ ഹുക്കൂമിയ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, അഹ്ലുൽ ഖറിയ, ഗ്രാമവാസികൾ, അൽ മഹബ്ബ വൽ ഉഖുവ, പരസ്പര സാഹോദര്യവും സ്നേഹവും. ഇത്രയും പോയിൻറ്റ്സുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഒരു പോയിൻറ്റുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. നമുക്കെങ്ങനെ എഴുതാം? ഖറിയത്തി ജമീലത്തുൻ, എൻ്റെ ഗ്രാമം ഭംഗിയുള്ള ഗ്രാമമാണ്. യൂജദു ഫീഹ അൽ മനാദിർ അൽ ജമീല, അതിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണപ്പെടുന്നുണ്ട്. ഫീഹ ഹദായിഖുൻ ജമീലത്തുൻ വ മസാരിഉൻ വാസിഅത്തുൻ, എൻ്റെ ഗ്രാമത്തിൽ നല്ല ഭംഗിയുള്ള പൂന്തോട്ടങ്ങളും തോട്ടങ്ങളും അതുപോലെ തന്നെ വിശാലമായ കൃഷിയിടങ്ങളൊക്കെയുണ്ട്. വഫീഹ മആബിദുൻ മുഖ്തലിഫ ലിൽ അദിയാനിൻ മുഖ്തലിഫ, വ്യത്യസ്ത മതങ്ങളുടെ വ്യത്യസ്ത ആരാധനാലയങ്ങളൊക്കെ അവിടെയുണ്ട്. അതുപോലെ തന്നെ വഫീഹ മആയിദുൻ ഹുക്കൂമിയ, അവിടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളുണ്ട്. മിസ്ലൽ മുസ്തഷ്ഫയാത്ത് വൽ മദാരിസ്, ഇതുപോലെ ഹോസ്പിറ്റലുകൾ പോലെ അതുപോലെ തന്നെ സ്കൂളുകൾ പോലെ. വ ഗൈറുഹ, അതല്ലാത്ത വ്യത്യസ്ത സ്ഥാപനങ്ങളുമുണ്ട് എന്നാണ്. വ അഹ്ലുൽ ഖറിയ വഹും യസ്കുനൂന മഅൽ മഹബ്ബത്തി വൽ ഉഖ്വ, എൻ്റെ ഗ്രാമത്തിലെ ആളുകൾ അവർ ജീവിക്കുന്നത് എങ്ങനെയാണ്? മഅൽ മഹബ്ബത്തി, പരസ്പര സ്നേഹത്തോടു കൂടിയും, വൽ ഉഖ്വ, പരസ്പര സാഹോദര്യത്തോടു കൂടിയുമാണ് ജീവിക്കുന്നത് അല്ലെങ്കിൽ താമസിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു കുറിപ്പ് എഴുതാൻ പറ്റും. 20ാമത്തെ ചോദ്യം. ഉക്തുബ് ഖംസ ജുമലൻ അൻ സലമ, സലമ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് 5 സെൻറ്റൻസുകൾ എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. നോക്കൂ. ഇസ്മുഹ ഹിന്ദ് ബിൻത് അബി ഉമയ്യ, അവരുടെ പേര് സലമയുടെ പേര് ഹിന്ദ് ബിൻത് അബി ഉമയ്യ എന്നായിരുന്നു. ഹിയ മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീൻ, ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട വ്യക്തിയായിരുന്നു.
ഹിയ മിന്ന സാബിഖീനൽ അവ്വലീനയിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് ആദ്യമായി കൊണ്ട് മുന്നിട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഉമ്മു സലമ എന്ന് പറയുന്നത്. ഹാജറത്ത് മഅ സൗജിഹ അബി സലമ ഇലൽ ഹബ്ഷ സുമ്മ ഇലൽ മദീന, തൻ്റെ ഭർത്താവായിട്ടുള്ള അബൂ സലമയോടൊപ്പം ആദ്യം അബ്സീനിയയിലേക്കും പിന്നീട് മദീനയിലേക്കും ഹിജ്റ പോയി. കാനത്ത് ഹിജ്റത്തുഹ ഇലൽ മദീന മഅസാത്തുൻ ബാലിഗത്തുൻ ഫി താരീഖിൽ ഇസ്ലാം, അവരുടെ മദീനയിലേക്കുള്ള ഹിജ്റ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ അങ്ങേയറ്റത്തൊരു ദുരന്തമായിരുന്നു അവരുടെ മദീനയിലേക്കുള്ള ഹിജ്റ എന്നാണ്. ഇനി 21ാമത്തെ ചോദ്യം, ഉക്തുബ് അർക്കാന തഷ്ബീഹി മിനൽ ജുമലിൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളിൽ നിന്ന് അർക്കാന തഷ്ബീഹിനെ എഴുതുവാനാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്കറിയാം അർക്കാന തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ മുഷബ്ബഹ്, മുഷബ്ബഹും ബിഹി, അദാത്തു തഷ്ബീഹ്, വജ്ഹു തഷ്ബീഹ്, ഇതിനാണ് അർക്കാന തഷ്ബീഹ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള സെൻറ്റൻസുകൾ വായിച്ചിട്ട് അതിൽ നിന്നും ഇവ ഓരോന്നിനെയും നിങ്ങൾ വേർതിരിച്ച് എഴുതുകയാണ് വേണ്ടത്. അലിയുൻ കൽ അസദി ഫി ഷുജാഅത്തി, ധീരതയിൽ അലി സിംഹത്തെ പോലെയാണ് എന്നാണ്. അതിൽ അലി എന്ന് പറയുന്നതാണ് മുഷബ്ബഹ്, മുഷബ്ബഹും ബിഹി എന്ന് പറയുന്നത് അസദാണ്, അദാത്തു തഷ്ബീഹ് എന്ന് പറയുന്നത് കാഫാണ്. ആ കാഫാണ് അവിടെ അദാത്തു തഷ്ബീഹ് എന്ന് പറയുന്നത്. വജു ഷിബഹ് എന്ന് പറയുന്നത് ഷുജാഅത്താണ്. ഇനി രണ്ടാമത്തേത്, അൽ കിതാബു കസ്വദീഖി ഫിൽ ഇർഷാദി, നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ പുസ്തകം ഒരു കൂട്ടുകാരനെ പോലെയാണ് എന്നാണ്. അപ്പോൾ അവിടെ മുഷബ്ബഹ് എന്ന് പറയുന്നത് കിതാബാണ്, മുഷബ്ബഹും ബിഹി സ്വദീഖാണ്, അദാത്തു തഷ്ബീഹ് കാഫ് തന്നെയാണ് ഇവിടെയും വരുന്നത്, ഇർഷാദ് എന്നുള്ളതാണ് ഇവിടെ വജീഷിബായിട്ട് വരുന്നത്. ഇനി അതിൽ ജീം നോക്കൂ, അൽ ഉമ്മ കൽ മദ്റസത്തി ഫി തർബിയ, ഒരു ഉമ്മ പരിചരണത്തിൽ ഒരു സ്കൂളിനെ പോലെ, ഒരു മദ്രസയെ പോലെയാണ് എന്നാണ്. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു ഉമ്മ എന്താണ്, ഒരു മദ്രസ പോലെയാണ് എന്നാണ്. അപ്പോൾ അവിടെ മുഷബ്ബഹായിട്ട് വരുന്നത് അൽ ഉമ്മ എന്നുള്ളതാണ്, മുഷബ്ബഹും ബിഹി ആയിട്ട് വരുന്നത് അൽ മദ്രസത്ത് എന്നുള്ളതാണ്. ക്യാഫ് തന്നെയാണ് ഇവിടെ അദാത്തു തഷ്ബീഹായിട്ട് വരുന്നത്. തെർബിയത്ത് എന്നുള്ളതാണ് അവിടെ വജീ ഷിബ്ഹായിട്ട് വരുന്നത് കേട്ടോ. ഈ രൂപത്തിലാണ് നിങ്ങൾ ഓരോന്നും വേർതിരിച്ചെഴുതേണ്ടത്. 22ാമത്തെ ചോദ്യം, അദീബ് അൽ ഫിഖ്റത്തുൽ ആത്തിയ, താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുവാനാണ്. പാലക്കാട് ഫോർട്ട് ഈസ് ദ വൺ ഓഫ് ദ റിച്ചസ്റ്റ് ഹിസ്റ്റോറിക്കൽ മോണമെൻറ്റ്സ് ഇൻ കേരള, കേരളത്തിലെ സമ്പന്നമായ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് പാലക്കാട് കോട്ട എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഹെഡ് ഓഫ് പാലക്കാട് സിറ്റി, പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായിക്കൊണ്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രിസർവ്ഡ് ഫോർട്ട്സ് ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കോട്ടകളിൽ ഒന്നാണ് ഇത്. ദ പ്രസൻറ്റ് ഫോം ഓഫ് ദ ഫോർട്ട് വാസ് കൺസ്ട്രക്റ്റഡ് ബൈ ദ ഗ്രേറ്റ് എംപയർ ഓഫ് മൈസൂർ ഹൈദർ അലി ഇൻ 1766. അതായത് ഇപ്പോഴുള്ള ഒരു കോട്ടയുടെ രൂപം എന്ന് പറയുന്നത് അത് നിർമ്മിച്ചിട്ടുള്ളത് മഹാനായ മൈസൂർ ചക്രവർത്തി ഹൈദർ അലി 1766 അത് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ്. ഇതിനെയാണ് നിങ്ങൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ രൂപം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. تعد قلعة പാലക്കാട് واحدة من أعلى المعالم التاريخية في ولاية كيرلا يقع في قلب مدينة പാലക്കാട്. إنها واحدة من أفضل الحصون المحفوظة في ولاية كيرلا. تم بناء الشكل الحالي للقلعة في عام 1766 على يد ഹൈദർ ഇമ്രാറ്റൂർ മൈസൂർ അൽ അലീം. ഈ രൂപത്തിലാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ചോദ്യം, 23ാമത്തെ ചോദ്യം, നുലാഹിദു തസ്രീഹാത്തിൽ ആത്തിയ നുബവ്വിബ് മആനിഹ അൽ ഈജാബിയ അസ്സൽബിയ, താഴെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു തസ്രീഹാത്തുകൾ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സുകൾ വായിച്ചിട്ട് വനുബവ്വിബ് മആനിഹ, അതിൻ്റെ ആശയങ്ങളെ നമുക്ക് ബോക്സുകളാക്കി തിരിക്കാമെന്നാണ്. അൽ ഈജാബിയ വസ്സൽബിയ, പോസിറ്റീവായിട്ടുള്ള ആശയം വരുന്നതിനെയും നെഗറ്റീവായിട്ടുള്ള ആശയം വരുന്നതിനെയും നമുക്ക് 2 ബോക്സുകളായി തിരിക്കാമെന്നാണ്. ബിൽ അഹ്സൻ, നന്മ കൊണ്ട് തിന്മയെ തടുക്കുക എന്നുള്ളതാണ്. അത് ഈജാബിയായിട്ടുള്ളതിൽ വരുന്നതാണ്. അഷുജാഅതു അൻ തുസിറു അലൽ ഖതാ, ധീരത എന്ന് പറയുന്നത് തെറ്റിൽ ഉറച്ചു നിൽക്കലാണ് എന്നാണ്. അത് അസ്സൽബിയയിൽ വരുന്നതാണ്. തസ്തഫീദ് ബികുല്ലി ലഹ്ലത്തിൻ ഫി ഹയാത്തിന വനഫ്ഹമു ഖീമത്തുൽ വഖ്ത്,
നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും നാം പ്രയോജനപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ നമുക്ക് സമയത്തിൻ്റെ മൂല്യം, സമയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ്. അത് ഈജാബിയായിട്ടുള്ള ആശയം വരുന്നതാണ്. അൽ ബുക്കാഉ അലൽ ലബനിൽ മസ്കൂബ്, അത് സെൽബി ആയിട്ടുള്ളതിൽ വരുന്നതാണ്, നെഗറ്റീവ് ആശയം തരുന്നതാണ്. ഇൻസാക്കുൻ നഫ്സി ഇന്ദൽ ഒലബി, കോപം വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെ അടക്കി നിർത്തുക എന്നുള്ളത് അത് ഈജാബിയായിട്ടുള്ളതാണ്. അൽ ബുഖ്ലുബിൽ ഇബ്തിസാമ, പുഞ്ചിരിയോട് കൂടെയുള്ള പിശുക്ക് എന്നാണ്, അത് സെൽബി ആയിട്ടുള്ളതിൽ വരുന്നതാണ്. ഇതിലെ 24ാമത്തെ ചോദ്യം നോക്കൂ. ഇഖ്റ അൽ ഫിഖ്റത്തുൽ ആതിയ വ അഇദ മിൻഹ അർബഅത അസ്ഇല. താഴെ കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് വായിച്ചിട്ട് അതിൽ നിന്നും 4 ചോദ്യങ്ങൾ ഉണ്ടാക്കുവാനാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വസാനിൽ ഖുലഫാ ഉർ റാഷിദീൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ കൂട്ടത്തിൽ 2ാമത്തെ ഖലീഫയാകുന്നു. വലുഖിബ ബിൽ ഫാറൂഖ്, അദ്ദേഹത്തിന് ഫാറൂഖ് എന്ന് പേര് നൽകപ്പെട്ടിട്ടുണ്ട്. ലിഅന്നഹു, അതിനുള്ള കാരണം കാന യുഫരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തിനെയും അസത്യത്തിനെയും വേർതിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഫാറൂഖ് എന്ന് പേര് നൽകപ്പെട്ടിട്ടുള്ളത് എന്നാണ്. തവല്ല അൽ ഖിലാഫത്ത ബാദ വഫാത്തി അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷമാണ് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തത്. അസ്ലമ ഹുവ ഇബ്നു സബഇൻ വ ഇശ്രീൻ, 27ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ഉസ്തുഷ്ഹിദ ഉമർ ഫിസ്സന 23 ഹിജ്രിയ, ഹിജ്റ 23-ലാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിക്കുന്നത് എന്നാണ്. ഇതിൽ നിന്ന് 4 ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനാണ്. മാ ലഖബു ഉമർ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അങ്ങനെ നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ലഖബ് എന്തായിരുന്നു എന്ന്. ബിമാദാ ലുഖിബ ഉമർ റളിയല്ലാഹു അൻഹു ബിൽ ഫാറൂഖ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫാറൂഖ് എന്ന് പേര് നൽകപ്പെട്ടത് എന്നാണ്. അവിടെ എന്തുത്തരം പറയാം? കാന യുഫരിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ എന്ന് പറയാം. മത തവല്ല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അൽ ഖിലാഫത്ത, എപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തത്? മത അസ്ലമ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എപ്പോഴാണ് ഇസ്ലാം സ്വീകരിച്ചത്? ഫി ഐ സനത്തിൻ ഉസ്തുഷ്ഹിദ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വഹിച്ചത് ഏത് വർഷമാണ്? ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. 25ാമത്തെ ചോദ്യം. ഉക്തുബ് അൻ ഖിദ്മാത്ത് ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി ലിലുഗത്തിൽ അറബിയ, അറബി ഭാഷയ്ക്ക് ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായി നൽകിയ സേവനങ്ങളെക്കുറിച്ച് എഴുതുവാനാണ്. അവിടെ കൊടുത്ത പോയിൻറ്റ്സുകൾ നോക്കൂ. കാത്തിബിൻ മഷ്ഹൂറൻ, അദ്ദേഹം ഒരു പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരനായിരുന്നു. മുദരിസുൻ അബ്ഖരിയുൻ, ഒരു പ്രഗത്ഭനായിട്ടുള്ള അധ്യാപകനായിരുന്നു. മുത്തർജിമു ചെമ്മീൻ, ചെമ്മീൻ എന്ന നോവലിൻ്റെ ട്രാൻസ്ലേറ്ററാണ്. ഉസ്താദുൻ ഫി കുല്ലിയത്തി റൗളത്തുൽ ഉലൂം, റൗളത്തുൽ ഉലൂം അറബിക് കോളേജിലെ അധ്യാപകനായിരുന്നു. ജാമിൽ അസ്ഹർ, അസ്ഹർ യൂണിവേഴ്സിറ്റി. മജല്ലത്തു സൗത്തുൽ ഹിന്ദ്, സൗത്തുൽ ഹിന്ദ് എന്ന മജല്ല, മാഗസിൻ. ജരീദത്തു ഖലീജുൽ യൗം, ഖലീജുൽ യൗം എന്ന പത്രം. ഇത്രയും പോയിൻറ്റ്സുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ ഒരു അദ്ദേഹത്തെക്കുറിച്ച് എഴുതുവാൻ വേണ്ടിയിട്ട്, അദ്ദേഹം അറബി ഭാഷയ്ക്ക് നൽകിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ച് എഴുതുവാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, ഞാനത് വായിക്കുന്നില്ല, വലിയ ആൻസർ ആയതുകൊണ്ട് തന്നെ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. 26ാമത്തെ ചോദ്യം. യസൂറു വസീറു തർബിയ വ താലീം ബി മദ്രസത്തിക്കും അഇദ്ദ അസ്ഇലത മിൻ ഖയാലിക ലിമുഖാബലത്തിൻ മഅഹു, വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ സ്കൂൾ സന്ദർശിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുവാനാണ്. 27ാമത്തെ ചോദ്യം. അക്കിമിലിൽ ജദ്വലിൽ ആത്തി കമാഫിൽ മിസാലി, ഉദാഹരണത്തിൽ കൊടുത്തിട്ടുള്ളതുപോലെ ആ ഒരു പട്ടിക പൂർത്തിയാക്കുവാനാണ്. ചില ഫിഅലുകളുടെ മാലി, മുലാരി, അംറ്, നഹി, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. നസ്വറ എന്ന് പറയുന്ന ഫിഅല്, അതിൻ്റെ മുലാരി, ഫിഅൽ മാലിയാണ് നസ്വറ, മുലാരി യൻസുറു എന്നാണ് പറയുക. നസ്വറ യൻസുറു. അംറ് വരുന്നത് ഉൻസുർ എന്നാണ്, ഉൻസുർ. ലാ തൻസുർ എന്നാണ് നഹി വരിക. ഇനി തഖദ്ദമു എന്ന് മുലാരി അവിടെ കൊടുത്തിട്ടുണ്ട്. തഖദ്ദമ എന്നാണ് അതിൻ്റെ ഫിഅൽ മാലി. തഖദ്ദമ, തഖദ്ദമു, തഖദ്ദും, ലാ തതഖദ്ദം. ഇനി ഖാത്തലയാണ് കൊടുത്തിട്ടുള്ളത്. ഖാത്തല യുഖാത്തിലു, ഖാത്തിൽ, ലാ തുഖാത്തിൽ എന്നാണ് നഹി വരിക. ഇനി ഖാമ യഖൂമു, ഖും, ലാ തഖും, അങ്ങനെയാണ് ഖാമയുടെ മാലിം, മുലാരിം, അമ്രുമെല്ലാം വരുന്നത്. വഖഫ യഖിഫു, ഖിഫ്, ലാ തഖിഫ്, അങ്ങനെയാണ് വഖഫയുടെ
മുലാരിയും അമ്രും നഹിയും വരുന്നത്. ഇനി 28ാമത്തെ ചോദ്യം, അഇദ മഖാലത്തൻ വജീസ ഹൗദൽ മുഖദ്ദിറാത്ത് വ അദ്റാറുഹു ബിസ്തിആനത്തി അന്നിഖാത്തി താലിയ. താഴെ കൊടുത്ത പോയിൻറ്റ്സുകൾ വെച്ചുകൊണ്ട് ലഹരിയും അതിൻ്റെ ഉപദ്രവവും അതിനെക്കുറിച്ചൊരു മഖാല തയ്യാറാക്കുവാനാണ്, ഒരു എസ്സേ തയ്യാറാക്കുവാനാണ്. അവിടെ കൊടുത്ത പോയിൻറ്റ്സ് നോക്കൂ. അദുവുൽ ഇൻസാൻ, മനുഷ്യൻ്റെ ശത്രു. തുഹദ്ദിദു സിഹത്തിൽ ഇൻസാൻ, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നു. അൽറാറു ദീനിയ, മതപരമായിട്ടുള്ള പ്രയാസങ്ങൾ. അൽറാറു നഫ്സിയ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ. അൽ അൽറാറുൽ ഇജ്തിമാഇയ, സാമൂഹികമായിട്ടുള്ള പ്രയാസങ്ങൾ. അൽ അൽറാറുൽ ഇഖ്തിസാദിയ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ. യൗമ ആലമീലി മുകാഫഹത്തിൽ മുഖദ്ദിറാത്ത്, ലഹരി വിരുദ്ധ ദിനം. കുല്ലു മുസ്കിരിൻ ഹറാമുൻ. ഇത്രയും പോയിൻറ്റ്സുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു എസ്സേ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള രൂപത്തിലൊക്കെയാണ് നിങ്ങളതിന് ആൻസർ എഴുതേണ്ടത്. അടുത്ത ചോദ്യം, അഇദ മഖാലത്തൻ വജീസ ഹൗല ഇന്തിഷാർ ലോകത്തുൽ അറബിയ ബിസ്തിആനത്തി അന്നിഖാത്തി താലിയ. താഴെ കൊടുത്ത പോയിൻറ്റ്സുകൾ വെച്ചുകൊണ്ട് അറബി ഭാഷയുടെ വ്യാപനം, ഇന്തിഷാർ ലോകത്തുൽ അറബിയെക്കുറിച്ച് ഒരു മഖാല തയ്യാറാക്കുവാനാണ്. അന്നിഖാത്ത്, അവിടെ കൊടുത്ത പോയിൻറ്റ്സുകൾ നോക്കൂ. ഉസൂലുൽ ലോകത്തുൽ അറബിയ ഇല കേരള, അറബി ഭാഷയുടെ കേരളത്തിലേക്കുള്ള വരവ്. ദൗറു അഹ്ലി കേരള ഫി റിആയതിഹ വ ഇന്തിഷാരിഹ, അറബി ഭാഷ വ്യാപനത്തിലും അതിൻ്റെ പരിചരണത്തിലും അതിന് കേരളക്കാരുടെ പങ്ക്. മുസാഹമത്തുൽ മസാജിദ് വൽ മദാരിസ് ഫി ഇന്തിഷാർ ലോകത്തുൽ അറബിയ, അറബി ഭാഷയുടെ വ്യാപനത്തിൽ പള്ളികളുടെയും സ്കൂളുകളുടെയും പങ്ക്. ദിറാസത്തുഹ ഫിൽ മദാരിസി വൽ കുല്ലിയാത്തി വൽ ജാമിയാത്ത്, യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും സ്കൂളുകളിലുമൊക്കെയുള്ള അറബി ഭാഷയുടെ പഠനം. അൽ മജല്ലാത്ത് വൽ കുതുബ് ഫിൽ ലോകത്തുൽ അറബിയ, അറബി ഭാഷയിലുള്ള പുസ്തകങ്ങളും അതുപോലെ തന്നെ മാഗസിനുകളും. ഇത്രയും പോയിൻറ്റ്സുകൾ വെച്ചിട്ട് വേണം നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ആ ഒരു എസ്സേ എഴുതേണ്ടതെന്ന് നോക്കാം. കേരള വിലായത്തുൻ സ്വാഹിറത്തുൻ ജമീലത്തുൻ, കേരളം ഭംഗിയുള്ളൊരു ചെറിയ സംസ്ഥാനമാണ്. തഖൗ ഫി ജുനൂബിൽ ഹിന്ദ് ഫി സാഹിൽ ബഹറിൽ അറബി, അറേബ്യൻ കടലിൻ്റെ തീരത്ത് തെക്ക് ഭാഗത്തായിക്കൊണ്ടാണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. കാനൽ അറബി യസൂറൂന കേരള മുൻദ് ഖദീമി സമാൻ, പണ്ട് കാലം മുതൽക്ക് തന്നെ അറബികൾ കേരളം സന്ദർശിക്കാറുണ്ട്. കാനൽ അറബി അലാഖത്തുൻ വസീഖ മാ സുക്കാനി കേരള, കേരളത്തിലെ താമസക്കാരുമായിക്കൊണ്ട് അറബികൾക്ക് വലിയൊരു ബന്ധം തന്നെയുണ്ട് എന്നാണ്. മിൻ ജിഹാത്തിൻ മുഖ്തലിഫ, വ്യത്യസ്ത മേഖലകളിലൂടെ. അത്തിജാരിയ വ സിനാഇയ വ ദീനിയ വ ഗൈരിഹ, കച്ചവടപരവും വ്യാവസായികപരവും മതപരവുമായിട്ടുള്ള വ്യത്യസ്ത മേഖലകളിലൂടെ അറബികൾക്ക് കേരളത്തിലെ ആളുകളുമായിട്ടൊരു ബന്ധമുണ്ട് എന്നാണ്. ജാൽ അറബിയില കേരള, അങ്ങനെ അറബികൾ കേരളത്തിലേക്ക് വന്നു. ഫൻതശറത്തുൽ ലോകത്തുൽ അറബിയ ബൈന അഹ്ലി കേരള, കേരളത്തിലെ ആളുകൾക്കിടയിൽ അറബി ഭാഷ വ്യാപിച്ചു. വസ്വാറത്ത് മുത്തദാവലത്തും ബൈനഹും, അവർക്കിടയിൽ കൈകാര്യം ചെയ്യുന്നൊരു ഭാഷയായിട്ട് അറബി മാറി എന്നാണ്. ലമ്മ ജാ അൽ ഇസ്ലാമില കേരള, അങ്ങനെ ഇസ്ലാം കേരളത്തിലേക്ക് വന്നപ്പോൾ വ അസ്ലമ ബഅ്ളു മിൻ അഹ്ലി കേരള, ചില കേരളത്തിലെ ആളുകൾ അറബി ഭാഷ പഠിച്ചു. വദറസു അൽ ലോകത്തുൽ അറബിയ, അവർ ഇസ്ലാം സ്വീകരിക്കുകയും അറബി ഭാഷ പഠിക്കുകയും ചെയ്തു. കാനൽ മുസ്ലിമൂന യദ്റുസൂന ലോകത്തുൽ അറബിയ ലി ഹാജാതിഹിം ദീനിയ, മതപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ അറബി ഭാഷ പഠിക്കുന്നു. അങ്ങനെ ബന അൽ മുസ്ലിമൂന മസാജിദും വ മദാരിസുൻ കസീറ, മുസ്ലിങ്ങൾ ധാരാളം പള്ളികളും വിദ്യാലയങ്ങളും ഉണ്ടാക്കി. ഫി അൻഹാഇ കേരള, കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ. ദറസു അൽ ലോകത്തുൽ അറബിയ, അറബി ഭാഷ അവർ പഠിക്കുകയും ചെയ്തു. ബദഉ കുല്ലിയാത്തിൻ അറബിയ കസീറ, ധാരാളം അറബി കോളേജുകൾ അവർ ഉണ്ടാക്കുകയും ചെയ്തു. അഞ്ചബത് വിലായത്ത് കേരള കസീറ മിനൽ ഉലമാഇ വൽ ഉദബാഇ വശുഅറാഇ വൽ കുത്താബി മിസ്ലൽ മഖ്ദൂമീൻ വൽ ഖാലി മുഹമ്മദ് വൽ ഖാലി ഉമർ വ ഗൈരിഹിം, അങ്ങനെ കേരളത്തിലെ ധാരാളം പണ്ഡിതന്മാരും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും കവികളും എഴുത്തുകാരുമൊക്കെ ഉണ്ടായിത്തീർന്നു. മഖ്ദൂമിയങ്ങളെപ്പോലെ, അതായത് ഖാലി മുഹമ്മദ്, ഖാലി ഉമർ, ഇവരെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടായിത്തീർന്നു എന്നാണ്. അല്ലഫ ഉലമാ കേരള കുത്തുബൻ കസീറൻ, കേരളത്തിലെ പണ്ഡിതന്മാർ ധാരാളം പുസ്തകങ്ങൾ എഴുതി. വ അഷ്ആറൻ അദീദ, ധാരാളം കവിതകളും എഴുതി. വക്കാന ലിദ്ദർസിൽ മസ്ജിദി ഫദ്ലുൻ കബീറുൻ ഫി ഇന്തിഷാർ ലോകത്തുൽ അറബിയ ഫി മനാതിക് കേരള, കേരളത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അറബി ഭാഷ വ്യാപിക്കുന്നതിൽ പള്ളി ദർസുകൾക്ക് വലിയൊരു പങ്കുണ്ടായിരുന്നു എന്നാണ്.
ഫൽ ആൻ ഇപ്പോൾ തദ്റസുൽ ലുഗത്തുൽ അറബിയ അറബി ഭാഷ പഠിപ്പിക്കുന്നു ഫി വിലായത്തി കേരളത്തിലെ മിൻ റൗദത്തിൽ അത്ഫാൽ ചെറിയ കുട്ടികളുടെ ഒരു കിൻഡർ ഗാർഡൻ മുതൽ ഇലാ മർഹലത്തി ദക്തൂറ ഡോക്ടറേറ്റ് ലെവൽ വരെ അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ്. തസ്തുർ മിൻ കേരളത്തിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആദദും മിനൽ മജല്ലാത്തിൽ അറബിയ വ ദൗറിയാത്തിൽ മഷ്ഹൂറ പ്രസിദ്ധമായിട്ടുള്ള മാഗസിനുകളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഒക്കെ തന്നെ അറബി ഭാഷയിൽ ധാരാളമായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇനി അവസാനത്തെ ചോദ്യം നോക്കാം. ഉക്തുബ് മുദക്കിറത്തിൻ ഇസ്തിഖ്സാനിയ ഹൗല മൗലൂമി ഖൈറുള്ള എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുവാനാണ്. അവിടെ കൊടുത്ത പോയിന്റ്സുകൾ നോക്കൂ. അൽ മനാദിറുൽ ജമീല ഭംഗിയുള്ള കാഴ്ചകൾ, അൽ ഹദാഇഖ് വൽ മസാരിയ കൃഷിയിടങ്ങളും തോട്ടങ്ങളും, മഅ്കൂലാത്തുൻ മുതനവ്വിഅ വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അൽ അൻഹാറു വൽ ജദാവിൽ നദികളും തടാകങ്ങളും, അൽ മആഇദുൽ മുഖ്തലിഫ വ്യത്യസ്ത സ്ഥാപനങ്ങൾ, റിസാലത്തു തസാമുഹ് വത്തആവുൻ പരസ്പര സാഹോദര്യത്തിൻ്റെയും പരസ്പര വിട്ടുവീഴ്ചയുടെയും സഹകരണത്തിൻ്റെയും സന്ദേശം, അൽ മഹബ്ബത്തുൽ ഖാലിസ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം. ഇത്രയും പോയിൻറ്റ്സുകൾ വെച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുവാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന്. ഖൈറുള്ള മൽലൂമുൻ ജമീലും ലിഷാഇൽ മഷൂർ എനിക്ക് അഹമ്മദ് മൗലവി. എനിക്ക് അഹമ്മദ് മൗലവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ളൊരു കവിതയാണ് ഖൈറുള്ള എന്ന് പറയുന്നത്. യസിഫു ഷായിറു ഫി ഹാദൽ മൽലൂമി ഈ കവിതയിൽ കവി വിശേഷിപ്പിക്കുന്നത് തൊബിയത്ത് കേരള അൽ ജദാബ ആകർഷണീയമായിട്ടുള്ള കേരളത്തിൻ്റെ പ്രകൃതിയാകുന്നു. ഫി ഉസ്ലൂബിർ റായിൻ വളരെ പുതുമയാർന്ന ശൈലിയിൽ, ജമീലിൻ ഭംഗിയുള്ളതായ. യുഖാത്തിബു ഷാഇർ ഫി ഹാദൽ മല്ലൂം ഈ കവിതയിൽ കവി അഭിസംബോധന ചെയ്യുന്നത് വിലായത്ത് കേരള സംസ്ഥാനത്തെയാകുന്നു. വയഖൂലു അദ്ദേഹം പറയാണ് അല്ലാഹു ദർറക്കി അഷാഇർ യഖൂലിയ കേരള അൻതി ജമീലത്തുൻ ജിദ്ദൻ അതായത് കവി പറയുന്നത് എന്താണ്? കേരളമേ നീ എത്ര മനോഹരിയാണ്. വലില്ലാഹി ശുക്ർ വൽ ഫളൽ അള്ളാഹുവിനാകുന്നു നന്ദിയും ശ്രേഷ്ഠതയും. യാ കേരള അൻതി അനിയത്തും ബിൽ അൻഹാരിൽ കസീറ വൽ ബിൽ ജിബാലിൽ മുർത്തഫിഅ വബിൽ ഹുസൂനിൽ ഖദീമ കേരളമേ നീ നദികൾ കൊണ്ടും അതുപോലെ തന്നെ ധാരാളം മലകൾ കൊണ്ടും ഉയർന്നു നിൽക്കുന്ന മലകൾ കൊണ്ടും പഴയ കോട്ടകൾ കൊണ്ടുമെല്ലാം സമ്പുഷ്ടമാണ് എന്നാണ്, സമ്പന്നമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അഷാഇർ യഖൂലു കവി പറയുന്നു യാ കേരള അൻതി ഗനിയ്യത്തുൻ ബിൽ ആബാതി വൽ അശ്ജാരി വൻ നബാതാത്ത് അല്ലയോ കേരളമേ നീ മരങ്ങൾ കൊണ്ടും സസ്യങ്ങൾ കൊണ്ടും സമ്പുഷ്ടമാണ്. വയാ കേരള അൻതി ഗനിയ്യത്തുൻ ബിൽ ഹദാഇഖിൽ ജമീല ബിൽ അസ്ആരിൽ മുതനവ്വിഅ വ്യത്യസ്തമായിട്ടുള്ള പൂക്കളെ കൊണ്ടും അതുപോലെ തന്നെ ഭംഗിയുള്ള തോട്ടങ്ങൾ കൊണ്ടും നീ സമ്പന്നമാണ്. വകദാലിക യഖൂലു അപ്രകാരം തന്നെ കവി പറയുന്നത് യാ കേരള അൻതി ഗനിയ്യത്തുൻ ബിൽ ഹുഖൂലി വൽ മുസാരി കഅന്നഹാ ഹിയ കിസ്വത്തുൻ മിൻ സുന്ദുസിൻ ഖുദിരിൻ അതായത് പച്ച പട്ടിൻ്റെ വസ്ത്രം പോലെ നിൻ്റെ കൃഷിയിടങ്ങളും അതുപോലെ തന്നെ വയലുകളുമെല്ലാം സമ്പന്നമാകുന്നു എന്നാണ്. അഷാഇർ യസ്അലു ലി കേരളം കവിയോട് ചോദിക്കുന്നത് കം ഫീകിം മിനൽ ഹദായിഖ് എത്ര തോട്ടങ്ങളാണ് പൂന്തോട്ടങ്ങളാണ് നിന്നിലുള്ളത്. ഫീഹ ഫവാക്കിഹുൻ മുതനവ്വിഅ അതിൽ വ്യത്യസ്തമായിട്ടുള്ള പഴങ്ങളുണ്ട്. തജ്രി മിൻ ബൈനിഹ അൽ അൻഹാർ വൽ ജദാവിൽ അതിനിടയിലൂടെ ആ തോട്ടങ്ങൾക്കിടയിലൂടെ നദികളും തടാകങ്ങളും ഒഴുകുന്നുണ്ട്. യാ കേരള അല്ലയോ കേരളമേ നഹ്നു നുഹിബ്ബു ഫവാക്കിഹക്കി നിൻ്റെ പഴങ്ങൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. വനുഹിബ്ബു മാഅകി സോഫി നിൻ്റെ തെളിഞ്ഞ വെള്ളവും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. യാ കേരള അല്ലയോ കേരളമേ ഫീക്കി ഓബാത്തുൻ കസീറ നിന്നിൽ ധാരാളം ഫോറസ്റ്റുകളുണ്ട് കാടുകളുണ്ട് എന്നാണ്. ഫിഹ അഷ്ജാറുൻ കബീറ അതിൽ വലിയ വലിയ മരങ്ങളുണ്ട്. യജീനു സുയ്യാഹു ഇലാ കേരള ലിസ്തിറാഹത്തി വത്തനസ്സുഹി ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് ആശ്വസിക്കുവാനും റെസ്റ്റ് എടുക്കുവാനും അതുപോലെ തന്നെ ഉല്ലസിക്കുവാനുമായിട്ട് വരുന്നുണ്ട് എന്നാണ്. യാ കേരള കം മസ്ജിദിൻ വ കനീസത്തിൻ വ ഹൈക്കലിൻ തഖൗ മുആനിഖൻ ബഅദുഹാ ബിബഅദിൻ കേരളമേ എത്ര പള്ളികളും അതുപോലെ അമ്പലങ്ങളുമാണ് ചർച്ചുകളുമാണ് പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അന്നഹല കേരള കാരണം കേരളത്തിലെ ആളുകൾ ഇസ്കുനൂന മഅൽ ഉഖുവത്തി വത്തദാമുൻ പരസ്പര സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടിയാണ് താമസിക്കുന്നത് എന്നാണ്. വ അഖീറൻ യഖ്തതിമു ഷാഇർ അവസാനമായിക്കൊണ്ട് കവി അവസാനിപ്പിക്കുന്നത് ഹാദൽ മൽലൂമ ഈ ഒരു കവിത വയഖൂലു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് യാ കേരള അല്ലയോ കേരളം
കേരളമേ, നഹ്നു നഫ്തഖിറു ഫീകി, ഞങ്ങൾ നിന്നിൽ അഭിമാനിക്കുന്നു, വനഹ്നു മിൻ അബ്നാഇക, ഞങ്ങൾ നിൻ്റെ മക്കളാകുന്നു, വനഷ്കുറുല്ലാഹ തആല അലാ ദാലിക ജസീല ശുക്ർ, അള്ളാഹുവിനോട് ഞങ്ങൾ അങ്ങേയറ്റത്തെ നന്ദി പറയുന്നു. യാ കേരള, അല്ലയോ കേരളമേ, നുഹിബ്ബുക ഹുബ്ബൻ സ്വാദിഖൻ, ഞങ്ങൾ നിന്നെ സത്യസന്ധമായി സ്നേഹിക്കുന്നു, കമാ യുഹിബ്ബുൽ ളാമിഉൽ മാഅൽ അലബ, ശുദ്ധമായിട്ടുള്ള വെള്ളത്തെ ഒരു ദാഹിക്കുന്നവൻ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ആ രൂപത്തിൽ ഞങ്ങൾ നിന്നെ സത്യസന്ധമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരു കവിത അവസാനിപ്പിക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതോടുകൂടി എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യപേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.